വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പേപ്പർ എൻ്റെ റിസർച്ച് വർക്കിലെ ഇൻട്രൊഡക്ഷനുള്ള പ്രീ ഇൻട്രൊഡക്ഷനായിട്ടുള്ള ഭാഗമാണ്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒരു 12 പേജോളം നമ്മളെ ചെയറിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ വെട്ടിച്ചുരുക്കിയിട്ട് ഒരു 6 പേജാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഞാനിത് എഴുതിയിട്ടുള്ളത് സത്യത്തിൽ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് എനിക്ക് കഴിയാവുന്ന ആദ്യ ഭാഗങ്ങളൊക്കെ ഞാൻ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷിലേക്ക് തന്നെ മാറുകയും ചെയ്യും. പകുതി മലയാളത്തിലും പകുതി ഇംഗ്ലീഷിലായിട്ടായിരിക്കും ഈ പ്രസൻറ്റേഷൻ ഉണ്ടാവുക. പ്രസൻറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബേസിക്കലി ഒരു ഹെജ്മോണി എന്നുള്ള ഒരു ലാർജർ ഡിബേറ്റിൻ്റെ ഉള്ളിലല്ല പലപ്പോഴും ഈ ഒരു പേപ്പർ വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ പക്ഷേ ഈ സെഷനിൽ വരാവുന്ന തന്നെ ഒരു പേപ്പറാണ് താനും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില ഓട്ടോ എത്നോഗ്രാഫി എന്നാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. മൊമെൻറ്റ് ഓൺ പാട്ട്, ഓട്ടോ എത്നോഗ്രാഫി ഓഫ് ദ പോയറ്റിക് എപ്പിസ്റ്റീം ഓഫ് മാപ്പിള മുസ്ലിംസ്, അങ്ങനെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ പഠനത്തിൽ ഞാൻ അനുഭവിച്ച ചില അനുഭവങ്ങളുടെ കഥകളിലൂടെയാണ് ഞാൻ ഈ പേപ്പർ മൊത്തത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലയിടത്തെ ചില സ്കോളേഴ്സിനെ ഉദാഹരണം മക്തിത്തങ്ങളെ ഞാൻ വിമർശിക്കുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങളിലൊന്നും ഞാൻ ഹിക്മത്ത് സാറ് പറഞ്ഞ പോലെ ഒരു ബൈനറി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബൈനറി ഞാൻ പറയുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കഥകളിൽ അവർ ആ ഭാഗത്താണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവരെ ആ ഭാഗത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം. പിന്നെ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹിക്മത്ത് സാറ് തന്നെ പറഞ്ഞ പോലെ പാട്ടിൻ്റെ ഒരു കോസ്മോപൊളിറ്റൻ, ഞാനതിന് കോസ്മോപൊളിറ്റൻ എന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു കൃത്യമായ ഇസ്ലാമിക് ലീനിയേജിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ പേപ്പറിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പാട്ട് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ കോണ്ടൻറ്റ് ബേസിലാണ്. പാട്ട് നേരത്തെ റഹിമാൻ ഇവിടെ തൊട്ട് മുമ്പത്തെ സെഷനിൽ അവതരിപ്പിച്ച കോണ്ടൻറ്റ് വേഴ്സസ് ഫോം എന്നുള്ളൊരു ബൈനറി ഉണ്ടായിരുന്നു. അത് ഞാൻ ബൈനറിയിലേക്കല്ല, പക്ഷേ ഈ പേപ്പർ പാട്ട് എന്നൊരു ഫോമിനെ ട്രേസ് ചെയ്യാനും ഈ ഫോം കൃത്യമായി മുസ്ലിങ്ങളുടെ ജീനിയോളജിയിൽ തന്നെ ലീനിയേജിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയ ഒരു ഫോമാണെന്നും അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ മുസ്ലിം ടെക്സ്റ്റ്, മുസ്ലിം ജിയോഗ്രഫി, മുസ്ലിം ആർട്ടിഫാക്റ്റ്, മുസ്ലിം കൾച്ചറിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയാനുള്ള ഒരു ചെറിയൊരു ശ്രമമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേപ്പർ വായന തുടങ്ങാം. വളരെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഈ പേപ്പർ തുടങ്ങാം. ദാറുൽ ഹുദയിലെ ആദ്യ വർഷങ്ങളിൽ 1998 ഉസ്താദന്മാർ പാടിത്തന്നിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അറബി വാക്കുകളും അവയുടെ മലയാള അർത്ഥങ്ങളും ഉൾക്കൊള്ളിച്ച ആ പാട്ട് ഇങ്ങനെയായിരുന്നു: കല പറഞ്ഞു വംതല നിറഞ്ഞു, ആബ മറഞ്ഞു വാബക്ക കരഞ്ഞു, കല്ലാ കുറഞ്ഞു വാസഫ തെളിഞ്ഞു, വസ്ഫറത്തി കുൽ വിളഞ്ഞു. ഇതൊരു പള്ളി ദർസ് പാട്ടാണെന്നാണ് അന്ന് കരുതിയത്. അങ്ങനെ ഒരുപാട് പാട്ടുണ്ടായിരുന്നു. വല്ലാക്ക സെഞ്ചാനോ ദിഹൗദിൽ ചാടി പോലെ ഒരുപാട് പാട്ട് അക്കാലത്തുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പാട്ടാണ് ഇതിനെ മനസ്സിലാക്കിയത്. ഏറെക്കാലം അങ്ങനെ തന്നെയായിരുന്നു മനസ്സിലാക്കിയിരുന്നതും. എന്നാൽ HUവിൽ ഡോക്ടറൽ കാൻഡിഡേറ്റായി ചേർന്നപ്പോഴാണ് ഈ പാട്ട് ഭാഗം 1000ഓളം അറബി പദങ്ങൾക്ക് മലയാള അർത്ഥം വിശദീകരിച്ച് പാട്ടുരൂപത്തിൽ ഒരുക്കിയ ഒരു ഡിക്ഷണറിയുടെ 6ാം പേജിലെ 2 വരികൾ മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടായത്. മലബാറിലെ ഒരു ലൈബ്രറിയിലെ കിതാബുകൾ തിരയുന്നതിനിടയിലാണ് ഇതിൻ്റെ കോപ്പി കയ്യിൽ വന്ന് പെടുന്നത്. പിന്നീട് കാസർഗോട്ടെ ഒരു അറബി മലയാളം പുസ്തകക്കടയിലെ പഴയ റാക്കുകൾക്കിടയിൽ നിന്ന് ഒരു കോപ്പി വാങ്ങിക്കാനും കിട്ടി. മുഅ്ജമുൽ മുഫ്രദാത്ത് എന്നാണ് ഈ ഡിക്ഷണറിയുടെ പേര്. അറബി മലയാളം ഡിക്ഷണറി എന്നാണ് സബ് ടൈറ്റിൽ. 24 പേജുള്ള ഈ കൃതി തയ്യാറാക്കിയത് മുഹമ്മദ് അബുസലാഹ് മൗലവിയാണ്. 1000ഓളം പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ചെറിയ ഗ്രന്ഥം അറബി പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഇന്ന് നടക്കുന്ന അറബി പത്രങ്ങളും മാസികകളും വായിക്കുന്നവർക്കും ഒരു സഹായമെന്ന നിലയ്ക്ക് എഴുതിയിട്ടുള്ളതാകുന്നു എന്ന് കൃതിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അക്കാലത്ത് ഈജിപ്ത്, മൊറോക്ക, ട്യൂനിസ്, ഇറാഖ്, സിറിയ, ഫിലസ്തീൻ, ജോർദാൻ തുടങ്ങിയ നാടുകളിൽ നിന്നിറങ്ങുന്ന പത്രങ്ങളെ മുഖപ്രസ്താവന എടുത്തു പറയുന്നുമുണ്ട്. മനപ്പാടമാക്കാനും അവസരം പോലെ ഓർമ്മിക്കുവാനും സൗകര്യപ്പെടുമെന്ന് കരുതിയാണ് ഇത് പദ്യരീതിയിൽ എഴുതിയിട്ടുള്ളത് എന്ന് മുഅ്ജമുൽ മുഫ്രദാത്ത് എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് എന്നും മുഖപ്രസ്താവന തുടരുന്നു. ഈ ഡിക്ഷണറി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകടമായി തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കേസാണ്. കാരണം പലപ്പോഴും ഒരു നിലക്കും തമ്മിൽ ബന്ധമില്ലെന്ന് നമ്മൾ കരുതുന്ന 3 അപ്പാരറ്റസുകൾ ഒരു സൈറ്റിൽ ഒരുമിച്ച് വരുന്നുണ്ട് ഈ ഡിക്ഷണറിയിൽ. വ്യക്തമാക്കിയാൽ ഈ കൃതി സ്വയം പരിചയപ്പെടുത്തുന്നത് പോലെ ഒരു ഡിക്ഷണറിയാണ്. 2 ഇതൊരു പദ്യമാണ് അല്ലെങ്കിൽ പാട്ടാണ്. 3 ഇത് അറബി മലയാളത്തിലുമാണ്. പാട്ട് ഫോം എന്ന ഈ ഒരു ഫോം മാപ്പിള സമൂഹത്തിൽ ഇത്രമാത്രം ആഴത്തിൽ വർക്ക് ചെയ്യാൻ എന്തായിരുന്നു കാരണം? അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ പിറവിയിലും തുടർന്നുള്ള അതിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള അതിൻ്റെ കൺസംഷനിലും കാണാനാകുന്ന വെർട്ടിക്കൽ ഇന്നർ ഡൈനാമിക്സും ഹിസ്റ്റോറിക്കൽ ഹൊറിസോണ്ടൽ മൊമെൻറ്റ്സും എന്താകും തുടങ്ങിയ വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളെയാണ് ഈ പേപ്പർ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പാട്ടിൻ്റെ ഡൈനാമിക്സ് ആണ് നോക്കുന്നതെന്നതിനാൽ മാപ്പിളമാരിലെ ഗദ്യരചനയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടി വന്നു.
പ്രസ്തുത രംഗത്തെ പ്രധാനി എന്ന നിലയ്ക്ക് അതെന്നെ മക്തിത്തങ്ങളിലേക്ക് എത്തിച്ചു. 1981 പ്രഥമ പ്രസിദ്ധീകരണം നടന്ന അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ ഒരൊറ്റ വായന 2 കാര്യങ്ങളാണ് വെളിവാക്കിയത്. ഒന്ന്, അത് നാമക പഠനത്തിൽ മക്തിത്തങ്ങളെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് മലയാളത്തിൽ എഴുതിയ ആദ്യ എഴുത്തുകാരനായി എം ഗംഗാധരൻ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല രചനകളും അറബി മലയാളത്തിലായിരുന്നുവെന്ന് ആ കൃതി തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. 2, തങ്ങൾ മരിക്കുന്നത് 1912 അതുകൊണ്ട് തന്നെ അവരുടെ രചനകൾ ഒക്കെ നടന്നത് സമുദായത്തിൽ ഇന്നീ പറയുന്ന റിഫോർമേഷൻ വിളികൾ അതിൻ്റെ തുടക്കത്തിലായിരുന്ന കാലത്താണ്, അല്ലെങ്കിൽ തങ്ങളാണ് പലപ്പോഴും അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്തിത്തങ്ങൾ സമുദായത്തിലെ ഈ പാട്ടുരൂപത്തെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ ഇപ്പോക്കലായൊരു മൊമെൻ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാട്ടിനെ പഠിക്കണമെങ്കിൽ മക്തിത്തങ്ങൾ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളത് ഞാൻ വളരെ കാരണതാണ്. അദ്ദേഹം വളരെ ഇപ്പോക്കലായൊരു മൊമെൻ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് 1912 മുമ്പ് കൃത്യമായി അവൈലബിളായ കൃതികളും. അപ്പോൾ മക്തിത്തങ്ങൾ പാട്ടുരൂപത്തെക്കുറിച്ച് എന്ത് പറഞ്ഞുവെന്ന് അങ്ങനെയാണ് നോക്കുന്നത്. അറബി മലയാളത്തോടും അതിലെ തന്നെ പാട്ടുരൂപങ്ങളോടും പാട്ടെഴുത്തിനോട് വിശേഷിച്ചും മക്തിത്തങ്ങൾക്ക് കാറ്റഗറിക്കലായ ഒരു അറപ്പ്, കണ്ടംപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവരുടെ രചന വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഹിക്മത്ത് സാഹിബ് അതിന് ചില ഭാഗങ്ങൾ പറയുകയും ചെയ്തു, അതിൻ്റെ ചില പരാമർശങ്ങൾ. ശുദ്ധ മലയാളത്തെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം, അതായത് ഞാൻ സ്റ്റാൻഡേർഡ് മലയാളം എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം അതിനായി പ്രഥമമായി കാണുന്ന ഒരു രീതി പാട്ടുരൂപങ്ങളെ കാര്യമായി നിരുത്സാഹപ്പെടുത്തുക എന്നതാണ്. ആ തരത്തിൽ ആക്ഷേപഹാസ്യം ചെയ്യുന്ന ചില പാട്ടുകളും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 2 കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ഒന്ന്, മക്തിത്തങ്ങളുടെ അക്കാലത്ത് 19-20 നൂറ്റാണ്ടുകളുടെ ആ സന്ധിയിൽ പാട്ടെഴുത്തും പാട്ടെന്ന രൂപവും സമുദായത്തിൽ വളരെ പ്രബലമായിരുന്നു, കാര്യമായി വർദ്ധിച്ചിരുന്നു. 2, മക്തിത്തങ്ങൾ ഭാഷാകാര്യത്തിൽ സമുദായത്തിനിടയിൽ മുന്നോട്ട് വെച്ച പാട്ടിനോട് അറപ്പ് കലർന്ന ആ സിവിലൈസേഷണൽ പ്രൊജക്റ്റ് പരാജയമായിരുന്നുവെന്ന്, ഒരർത്ഥത്തിൽ പരാജയമായിരുന്നുവെന്ന് ഈ പേപ്പറിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ മുഅ്ജമുൽ മുഫ്രദാത്ത് എന്ന ഡിക്ഷണറി തന്നെ തെളിയിക്കുന്നു. കാരണം 1976 അച്ചടിച്ച ഡിക്ഷണറിയാണ് എൻ്റെ കയ്യിലുള്ളത്. 2018 പ്രസ്തുത ഡിക്ഷണറിയുടെ ചില ഭാഗങ്ങൾ ഓഡിയോ റെക്കോർഡഡ് ക്ലിപ്പുകളായി വാട്സാപ്പിലും മറ്റും ആയതാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ആ മിഷൻ എത്രമാത്രം അൺസക്സസ്ഫുൾ ആയിരുന്നുവെന്ന് വളരെ പ്രൂവ് ചെയ്യപ്പെടുന്നു. മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചതോടെ പിന്നെ എനിക്ക് നോക്കേണ്ടി വന്നത് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യമാണ്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എല്ലാവർക്കും അറിയാം, ഫുൾ അറബി മലയാളത്തിലെ ഒരു കോമ്പൈലേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചതോടെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം ഒന്നുകൂടെ നോക്കണമെന്ന് തോന്നി. അറബി മലയാളത്തിലുമായി അക്കാലത്ത് ലഭ്യമായിരുന്ന പാട്ടുകളുടെ 1978 സാധ്യമായ ഒരു സമാഹരണമാണല്ലോ ഈ കൃതി. എന്നാൽ മുൻ വായനകളിൽ നിന്ന് വിഭിന്നമായി ഇപ്രാവശ്യത്തെ വായന പാട്ട് ഇനങ്ങളെ അന്വേഷിച്ചായിരുന്നില്ല, മറിച്ച് പാട്ടിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് മാപ്പിള സമുദായത്തിൽ നിന്ന് വല്ല അനക്ഡോറ്റും വല്ല കഥകളും അതിൽ ലഭ്യമാണോ എന്ന നോട്ടമായിരുന്നു ഇപ്രാവശ്യം. അപ്പോഴാണ് 63-ാം പേജിലെ ആ പാരഗ്രാഫ് കണ്ണിൽപ്പെടുന്നത്. അതിങ്ങനെയാണ്: കണ്ണൂരിലെ മഅദനുലുള്ള മദ്രസ മാനേജർ കോയക്കുഞ്ഞിക്ക ഒരിക്കൽ എന്നോട് ചോദിച്ച, അതായത് ഗ്രന്ഥകർത്താക്കളോട് ചോദിച്ച, ഇവിടെ ഞാൻ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് എങ്ങനെ ആകർഷിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യം ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ ഉത്തരം നൽകി. ഉടനെ താൻ കൈക്കൊണ്ട സൂത്രം, ഒരു സൂത്രം തന്നെ ഉപയോഗിക്കുന്നത്, കുഞ്ഞിക്കോയൊക്കെ കൈക്കൊണ്ട സൂത്രം കുഞ്ഞിക്കോയൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഗ്രന്ഥകർത്താക്കൾക്ക്. ആ സൂത്രമാണ് ഇനി അടുത്തത് വായിക്കുന്നത്. ഞാൻ അത്യന്തം ആകർഷങ്ങളായ 2-3 പാട്ട് അറക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ മദ്രസയിൽ വന്നിരുന്ന പെൺകുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു. കൊട്ടാരത്തിൽ വെച്ച് അവരത് പാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ബീവിമാർക്ക് പാട്ടിൻ്റെ മുഴുവൻ രൂപവും കിട്ടുന്നില്ല. അതൊന്ന് എഴുതി വാങ്ങാൻ പെൺകുട്ടികളെ അവർ ഏൽപ്പിച്ചയച്ചു. പെൺകുട്ടികൾ അത് ആവശ്യപ്പെട്ടപ്പോൾ ഈ മലയാളത്തിലെ പാട്ട് മലയാളം അറിയാതെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? ബീവിമാർ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും എന്നെല്ലാം പിറുപിറുത്ത് ഞാൻ വിഷമം നടിച്ച് കുറേ നേരം ചിന്തിച്ചിരുന്നു. ഒടുവിൽ ശരി, ഞാൻ 2 ദിവസം കൊണ്ട് പാട്ടിൻ്റെ അക്ഷരങ്ങളെ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. വേഗം അത് പഠിപ്പിച്ചു കൊടുത്തു. അവസാനം മലയാളത്തിൽ എഴുതിയ പാട്ട് കടലാസ് നോക്കി അവർക്ക് പാടാറായി. കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് നോക്കുമ്പോൾ അവർക്കത് പാടണമെങ്കിൽ മലയാള അക്ഷരം പഠിക്കണമല്ലോ. പാട്ട് കമ്പത്തിൽ അക്ഷര വിദ്യാഭ്യാസ വിരോധം മറന്ന് അവരും അത് വായിക്കാൻ പഠിച്ചു പാട്ടിൻ്റെ കമ്പത്തിൽ. അങ്ങനെയാണ് സ്ത്രീ വിദ്യാഭ്യാസം ഇവിടെ നടപ്പായതെന്നുള്ള ഒരു കഥയാണ് ഈ കഥ. ഇത് മക്തിത്തങ്ങളെ പരിചയപ്പെടുത്തിയ തൊട്ടടുത്ത പേജിലാണ് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം ഈ കഥ പറയുന്നത്. സത്യത്തിൽ ഇത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനവുമായിട്ടാണ് 2 ഗ്രന്ഥകർത്താക്കളും ഈ പറയുന്ന ഈ ഇൻഫോർമെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആണിതാനും, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പാട്ടിൽ നിന്ന് എഴുത്തിലേക്ക്, അത് അക്ഷരാഭ്യാസത്തിലേക്ക് ഉള്ള ഒരു മാറ്റമായിട്ടും അതുവഴി സമുദായത്തിലുണ്ടായ ഒരു ബ്രേക്കിനെക്കുറിച്ചും, ബ്രേക്ക് കണ്ടിന്യൂറ്റി, അതാണ്
ഒരർത്ഥത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നത് മീഡിയൻ്റെ ചർച്ചയിലും ഉണ്ടായ ഒരു ബ്രേക്കിനെ കുറിച്ചുമാണ് മൗലവിയും അതേപോലെ കരീം സാഹിബും ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ അതിനിവിടെ സ്വീകരിച്ചത് പാട്ടുരൂപത്തിൻ്റെ തന്നെ സഹായമാണെന്ന പോയിന്റിലാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. മക്തി തങ്ങളെ സമുദായത്തിലെ ആദ്യ മലയാള രചയിതാവായി പരിചയപ്പെടുത്തിയ തൊട്ടുശേഷമാണ് ഈ കഥ മഹത്തായ മാപ്പിള സാഹിത്യം കൊണ്ടുവരുന്നത് എന്നതും എടുത്തു പറയണം. പാട്ടുകാരികളായ കുട്ടികൾ അക്ഷരാഭ്യാസികളാക്കാൻ പാട്ട് വഴി തന്നെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്കിനും റപ്ചറിനും പകരം എന്തുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റിയെക്കുറിച്ച് ഒരു ചിന്ത സാധ്യമായിക്കൂടാ എന്നാണ് ഈ പേപ്പർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ഇവിടുന്നല്ല. ഓക്കെ. സോ ദിസ് പേപ്പർ ഇടയ്ക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു പാരാഗ്രാഫ് കൊടുത്തതാണ് ഇടയ്ക്ക്. സോ ദിസ് പേപ്പർ ഈസ് ആൻ അറ്റംപ്റ്റ് ടു ലൊക്കേറ്റ് ദ കണ്ടിന്യൂറ്റി ഇൻസ്റ്റെഡ് ഓഫ് ദ യൂഷ്വലി പ്രപ്പോസ്ഡ് റപ്ചർ വിത്തൗട്ട് നെഗേറ്റിംഗ് ഓർ ചാലഞ്ചിങ് ഇറ്റ് ബട്ട് ഡെലിബറേറ്റ്ലി ഡിപ്പാർട്ടിംഗ് ഇൻ ടേംസ് ഓഫ് ദ ഫോക്കസ്. For that purpose, this paper does not preoccupy with any overarching frame of theories out there. Rather, the project itself is an inquiry for a new model of theory to evolve from and within the community by means of literature and cultures available or unavailable there in the ground. ഇത് എൻ്റെ ഒരു പാട്ടിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതിൻ്റെ ആദ്യ ഭാഗമാണ്. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകണം. ഇവിടെ ഞാൻ മൊഹിദ്ദീൻ മാലയുടെ 2 ലൈനുകളെയാണ് കൊണ്ടുവരുന്നത്. ആ ലൈൻ ഇതാണ്: മുത്തും മാണിക്യവും ഒന്നായി കോർത്തപ്പോൾ മൊഹീദ്ദീൻ മാലേനെ കോർത്തെ ഞാൻ ലോകേരെ എന്നാണ് ആ ലൈന്. മുത്ത്, മാണിക്യം, മാല എന്ന ഇതിലെ 3 പദങ്ങൾ ആശ്രയിച്ചാണ് മൊഹീദ്ദീൻ മാലയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ലീനേജ് രണ്ടിനെയും കുറിച്ചുള്ള ചർച്ച പൊതുവെ എല്ലാ തദ്ദേശീയവും അന്തർദേശീയവുമായ പഠനങ്ങളിലും പുരോഗമിക്കാറ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ നടക്കാറ് അങ്ങനെയാണ്. ഈ പദങ്ങളുടെ ഉദ്ദേശം വിശദീകരിക്കുന്നതിന് ഈ അടുത്ത് ഇംഗ്ലീഷിൽ വന്ന 2 പഠനങ്ങൾ ഏറെ സഹായകമാകും. 2015 കീലി സിറ്റൻ്റെ പഠനവും 2017 ഒഫീറ ഗാംലിനിൻ്റെ പഠനവും ഈ വരികളെ തന്നെ എടുത്തുദ്ധരിച്ചാണ് മൊഹീദ്ദീൻ മാലയെക്കുറിച്ച് ചില കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഞാൻ ആ പഠനത്തെ എടുക്കുന്നത്. അപ്പോൾ കീലി സിറ്റൻ പറയാം, ദ ഫ്രേസ് സ്ട്രിങ്ങിങ് ടുഗദർ ദ പേൾസ് ആൻഡ് റൂബീസ് എപ്പിറ്റോമൈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ഓഫ് മാപ്പിള പാട്ടു. 37 വിശദീകരിക്കുകയാണ് ദ കോമ്പിനേഷൻ ഓഫ് ഡൈവേഴ്സ് എലമെന്റ്സ് ഇൻ ടു എ ന്യൂ എൻറ്റിറ്റി എന്നാണ് ഇതിൽ കീലി സിറ്റൻ പറയുന്നത്. തദ്ദേശീയമായ സ്കോളർഷിപ്പുകളെ തന്നെ അവലംബിച്ച് ഒഫീറ അല്പം കൂടി വ്യക്തമാക്കി ഇക്കാര്യം പറയുന്നുണ്ട്. മൊഹീദ്ദീൻ മാലയുടെ ഭാഷയുടെ മണിപ്രവാള ബന്ധം കണ്ടുപിടിക്കാനാണ് അവർ ഈ പദങ്ങളെ വിശദീകരിക്കുന്നത്. അവർ പറയുന്നത് ഒ ഷംസുദ്ദീൻ്റെ ഭാഗത്തെ ഉദ്ധരിച്ചിട്ടാണ്. ഞാൻ ആ ഭാഗം കുറച്ച് ഇംഗ്ലീഷ് അത് ഞാൻ വായിക്കുന്നില്ല. അവരും അങ്ങനെ തന്നെ ഇത് മണിപ്രവാളത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. മൊഹീദ്ദീൻ മാലയിൽ ഖാളി മൊഹീദ്ദീൻ അവർ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷ്യത്തിലായിരിക്കും ഈ പദങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പദങ്ങളെ മാത്രം വെച്ച് മണിപ്രവാളത്തിലേക്ക് പോകുന്നതിന് പകരം അറബിക് മുസ്ലിം പശ്ചാത്തലത്തിലേക്ക് മാലയുടെ ഭാഷാപരവും സൗന്ദര്യശാസ്ത്രപരവുമായ ലീനിയേജ് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെന്നതാണ് എൻ്റെ പ്രശ്നം. മാല എന്നർത്ഥം വരുന്ന കല ഇത്, മുത്ത്, മാണിക്യം എന്നൊക്കെ ഏകദേശ അർത്ഥം വരുന്ന ദുറർ, ജവാഹിർ തുടങ്ങിയ പദങ്ങൾ അറബിക് ഇസ്ലാമിക് പദ്യലോകത്ത് വിശിഷ്യ തന്നെ അവയിലെ മന്ദൂമാത്തിൽ വളരെ കണ്ടുവരുന്നതാണ്. അത്തരമൊരു വിശദീകരണത്തിലൂടെ മൊഹീദ്ദീൻ മാലയെയും പാട്ടെന്ന അതിൻ്റെ രൂപത്തെയുമെല്ലാം മുസ്ലിം ജിയോഗ്രഫിക്കുള്ളിൽ തന്നെ അടയാളപ്പെടുത്തലും അതിൻ്റെ ലീനിയേജ് ട്രേസ് ചെയ്യലുമെല്ലാം സാധ്യമാണല്ലോ. ഇവിടെയാണ് കോസ്മോപൊളിറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കണ്ടന്റിൽ മാത്രമുള്ള കോസ്മോപൊളിറ്റൻസ് അല്ല, ദ ഫോം ഇറ്റ് സെൽഫ് ഈസ് കോസ്മോപൊളിറ്റൻ. അതന്നെ മുസ്ലിം ജിയോഗ്രഫി എന്ന് വരുന്നതാണ്. അത് മനസ്സിലാക്കലാണ് ഈ ഒരു എൻ്റെ തിസിസിൻ്റെ പ്രീ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൻ്റെ ശ്രമം. വേറൊരർത്ഥത്തിൽ കാൻ മൊഹീദ്ദീൻ മാല സ്പീക്ക് ആൾസോ for itself and its immediate audience is the question here. I have brought with several sources to substantiate that I skip here for the time limit. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ കുറച്ചുകൂടി ഞാൻ എൻ്റെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പം എൻ്റെ 2ാമത്തെ പോർഷനും കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ പോർഷൻ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ പദ്യത്തിൻ്റെ പോയറ്റിക്സിൻ്റെ ഒരു ആംബിയൻസ് കേരളത്തിലുണ്ട്. ഈ ഒരു ആംബിയൻസിനെ പലവിധ ടെക്സ്റ്റുകൾ വഴി നമുക്ക് സല്ലല്ലാഹു തങ്ങളുടെ കാലത്തേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ഞാനൊരു ഒരു ഇൻസ്റ്റൻസും കൂടിയാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അജൂബത്തുൽ അജീബയിൽ 32-ാം പേജിൽ ഒരു ഫത്വയുണ്ട്. ആ ഫത്വയിൽ ചോദിക്കുന്നത് വായതിനെ കുറിച്ചാണ് ഫത്വ. അപ്പോൾ സഹീഹും അതുപോലെ തന്നെ വഈഫും മൗലൂമായ ഹദീസുകൾ വായതുകൾ പറയുന്നത് കൊണ്ട് അത്തരം വായതുകൾ പള്ളിക്കകത്ത് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പറ്റുമോ എന്നുള്ളതാണ് അജൂബത്തുൽ അജീബയിലെ ഫത്വ. അതിനവർ കൊടുക്കുന്ന ഉദാഹരണം പള്ളിക്കകത്ത് പറ്റുമോ എന്ന് തന്നെ ചർച്ചയിലാണ്. അതായത് വഖഫ് ചെയ്ത സ്ഥലത്ത് പറ്റുമോ പറ്റില്ല എന്നുള്ള ചർച്ചയിലാണ്, അല്ലാതെ വാഴലല്ല വിഷയം. അതിൻ്റെ സ്പേഷ്യാലിറ്റി, അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് പ്രശ്നം. അതിന് തൊട്ടടുത്ത ഫത്വ വീണ്ടും ചോദിക്കുന്നത്, പള്ളിയിൽ വാഴ പറയുന്ന ആൾ
ദ ചെയർ ഓഫ് ഉസ്താദ് കുർസിയുൽ ഉസ്താദ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് കൊടുക്കുന്ന ഫത്വയിൽ വളരെ ഡീറ്റെയിൽ ആയ ഫത്വയാണ്. പക്ഷേ ആ ഫത്വയുടെ അവസാനം അജൂബത്തുൽ അജീബയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മലൈബാരി അവർ കമ്പൈൽ ചെയ്ത ഫത്വകളാണ് 10 മശായിഖന്മാരുടേത്. അപ്പോൾ അവർ അവസാനം ഫത്വയ്ക്ക് ഒരു തെളിവ് കൊടുക്കുന്നുണ്ട്. ആ തെളിവ് ഔട്ട് സ്പോക്കൺ റെഫറൻസ് ടു മിമ്പർ ഓഫ് മസ്ജിദ് നബവിയിലാണ്. മസ്ജിദ് നബവിയിൽ മിമ്പർ ഉണ്ടാക്കിയ കഥയാണ് ഈ പറയുന്നത്, ഈ ചെയർ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൽ. അപ്പോൾ ഈ മിമ്പർ ഉപയോഗം രണ്ടിനുണ്ടായിരുന്നു. സല്ലല്ലാഹു ഖുത്ബ പറയാനുണ്ടായിരുന്നു, പാട്ട് പാടാനുണ്ടായിരുന്നത് വളരെ ഹദീസ് ലിറ്ററേച്ചറുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ശ്രമിച്ചത് ഈ മിമ്പർ എവിടെ നിന്ന് ആരുണ്ടാക്കി കൊടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മിമ്പർ ഉണ്ടാക്കാൻ തമീമുദ്ദാരി അവർകളാണ് ആദ്യമായിട്ട് മിമ്പർ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കഥ കിട്ടുന്നത്. തമീമുദ്ദാരിയാണ് ഫസ്റ്റ് ആർട്ടിസാൻ, ഫസ്റ്റ് നജ്ജാർ എന്നൊക്കെ തരത്തിൽ ഒരുപാട് ലിറ്ററേച്ചറുകൾ അവൈലബിൾ ആണ്. തഫ്സീറുകൾ അവൈലബിൾ ആണ്, ഹദീസുകൾ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകളിലും ഇത് അവൈലബിൾ ആണ്. ഇനി ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞ ഭാഗമാണ്. ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കുറച്ച് ഭാഗം വായിക്കാം. അപ്പോൾ ഈ തമീമുൽ അൻസാരി, ഈ തമീമുദ്ദാരി ഇവർ after the demise of Prophet, Tamim moves from Medina, and the sources vary on where he rests in peace. Though some, in an unauthentic way, some sources suggest him of being buried in the present-day Koilandi in Calicut in Malabar. Looking back now, it seems interesting that Tamim had a maritime journey to get buried at end in Calicut, where the great Qadi Muhammad, author of Muhyiddin Mala, from which the above-mentioned couplet is taken, was born and buried. In this meeting of communitarian history, through the linkage of its members hailing to and from faraway places and times, there is a thread of storytelling, a thread of poetics or part, and related performative ambiences. So it proves to practically connect these lands, communities, artifacts, and above all, their commonly shared episteme, a connection well established otherwise also. But this specific trace to part episteme and its component is possible one way through which Qadi Muhammad can speak for himself and for his Muhyiddin Mala, especially to his immediate audience. Through these moments, that mapped in this paper, the part culture of Mappila unfolds for centuries through persons, places, texts, literature, and artifacts, which are many often seen unconnected, but are tightly connected through the thread at least 2 threads of faith and of poetics. Put another way, Qadi Muhammad from Calicut is connected to Tamimuddari from Medina. A chair in Malabar is traced to the mimbar from Prophet Masjid in Nabawi. Muhyiddin Mala in Arabic Malayalam links to Qala'idul Jawahir in Arabic. That part I skipped for this presentation. And so on and so forth. Hence, not only the words compiled in the dictionary are taken from different Islamic geographies as suggested by the author of Mu'jam al-Mufradat, but also the poetic form itself that he resorted to differently compile them also has to be surely traced out from and within the Muslim geographies. That is the total argument. In the conclusion part, okay. Thank you. In conclusion, let me bring with a final example that probably betrays how intricate is its unfolding and is how this complexity directs or misdirects the academia. If this complexity of unfolding were recognized well, Osella would not have surprised or overwhelmed by what she calls a sudden departure or in a dramatic way while studying the famous public Kutichara Samvadam. She says, after succession of speakers offering point and counterpoint, both the groups of Sunnis and Mujahids are asked to offer their final words in a manner of modernist legal court case summing up, to which Mujahid's faction did first. Then the Sunni faction, I quote her, in a sudden departure from the tone of the entire 5-day debate, rational argument, point and counterpoint, always backed by text in a manner of court of justice, the Sunni ulama's chief scholar, Kandapuram Abubakar Musliar, makes his final intervention not by summing up his case, but by way of singing a chanted verse, Valle Nilatinum, Enne Viliporku, Vaikuda Tiram, Chayim Yan and Novarnerta, Hikmatullah Sarpadia. ഈ ഒരു ലൈൻ ഉദ്ധരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ സംവാദം അന്ന് അവസാനിപ്പിക്കുന്നത് എന്നുള്ളിടത്താണ് ഒസല്ല അവരുടെ ഈ ഒരു ഒന്ന് ലോജിക്കൽ ആർഗ്യുമെൻ്റ് ആണെന്നും മറ്റേത് അത്ര തന്നെ ലോജിക്കൽ അല്ലാത്തതാണെന്ന തരത്തിലാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അവർ ഡയറക്റ്റായിട്ട് പറയുന്നില്ല. സ്റ്റിൽ അവർ ഡയറക്റ്റായിട്ട് ഈ പാട്ടിൻ്റെ ഫോമിന് അവർ സമ്മൺ ചെയ്യുന്നുണ്ട്, അവർ അംഗീകരിക്കുന്നുണ്ട്. സ്റ്റിൽ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ദർ ഈസ് എ ഫൈലർ ഇൻ റെക്കഗ്നൈസിങ് ദ ഫോം പെർ സെ, ഐ മീൻ ബൈ ഒസല്ല.
To explain it more vividly, let me bring the case of Maulavi and Karim once again. Part mediates literacy as suggested by the authors and their informant, because of which it is well appreciated and marked as a progressive move. But here, part form is said to have mediated back from the non-logical methods of presenting facts and is observed by Osella as only the second to the other and ill-fit for the purpose. Hence, this is where a call for a non-logi episteme or an ontological episteme that I would suggest looks in order. What I try to propose is a non-logi episteme may be non-modern in its characteristic, that is concurrently functional among Sunnis at least, so that it could simply consummate even a 5-day-long logical debate and arguments in modern setting like that happened in Kutichira Samvadam. If so, this departure breaks the Osella's proposal of logical and successful method of presenting or articulation. This sudden shift by Sunni scholar to recite from Mala and his invocation of Sheikh Muhyiddin Jilani, who is believed to answer anyone without mouth, in a sense challenges both the agency and self, the major notion on which the entire idea of logical articulation, that is what consensus Allah, seems to be built upon. Exploring it urges us to have a further and a thorough enunciation, at least a Sunni, if not communitarian, a Sunni remedial pedagogy as suggested by Sabah Mahmood, which is not in the capacity of this paper. ഇവിടെ ഈ പേപ്പർ ഞാൻ എഴുതുന്ന സമയത്ത് സത്യത്തിൽ പേപ്പറിൻ്റെ വേദി ദാർഹുദയായിരുന്നില്ല. അത് തുടക്കത്തിൽ എങ്ങനെയാണ് ദാർഹുദ വെച്ചിട്ട് ഞാൻ ഈ സംഭവം തുടങ്ങിയത്. പക്ഷേ ഈ വേദി അവസാനം അവതരിപ്പിക്കാനും ദാർഹുദയിൽ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് എൻ്റെ ചാപ്റ്റർ പറയാനുള്ള മറ്റൊരു മൊമെൻറ്റും കൂടി തന്നു. അതിന് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.